നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ BSc BCA കോഴ്സിലെ ഒരു കോപിഷ്ഠന്റെ ശപഥം എന്ന ചന്തുമേനോന്റെ ഇന്ദുലേഖയിലെ 3ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ചന്തുമേനോന്റെ നോവലായ ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിനു മുമ്പ് അപ്പു നെടുങ്ങാടിയുടെ കുന്തലത എന്ന നോവൽ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ലക്ഷണങ്ങളൊത്ത് ശരിക്കും നോവൽ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഇന്ദുലേഖ തന്നെയാണ്. അപ്പൊ ഇന്ദുലേഖ എഴുതിയ ചന്തുമേനോൻ സായിപ്പന്മാരുടെ കൂടെ കോടതികളിൽ ജോലി ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം കൊണ്ടും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായ ഇന്ദുലേഖയും മാധവനെയൊക്കെ അദ്ദേഹം വളരെ ഫോർവേഡായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിലെ മാധവൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഈ തറവാട്ടിലെ കാരണവരെന്ന നിലയ്ക്ക് പഞ്ചുമേനോനാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഇന്ദുലേഖയ്ക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും, മാധവനും ഇന്ദുലേഖയും തമ്മിൽ പ്രണയത്തിലാണ്. എന്നാൽ ഇതിന്റെ 1ാം അധ്യായത്തിൽ മാധവനും പഞ്ചുമേനോനും തമ്മിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. അതായത് ഇളയ കുട്ടിയായ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഇളയ കുട്ടിയെ ചിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് മാധവൻ പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായ ഒരു തർക്കമാണ്. അപ്പൊ 1ാമത് പഞ്ചുമേനോൻ വളരെ കോപിഷ്ഠനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അയാൾ ഒരു ശപഥം ചെയ്യുന്നതായിട്ടാണ് ഈ 3ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ കോപിഷ്ഠന്റെ ശപഥം എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. പിന്നെ ഈ മാധവനെ ഇന്ദുലേഖ അന്നത്തെ കാലത്തെ സ്ത്രീകളിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായതുകൊണ്ട് മാനസികമായി ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുകയും അത് വാക്കുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ മാധവനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് അന്നത്തെ ആധുനിക കേരളത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് മാധവനെ കാണുന്നത്. അപ്പൊ നമുക്ക് കോപിഷ്ഠന്റെ ശപഥം എന്ന ഭാഗത്തേക്ക് കടക്കാം. അപ്പൊ 1ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, കാരണവർ പഞ്ചുമേനോനും അനന്തരവൻ മാധവനും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായി. അപ്പൊ ആ കലഹം അയാളെ പഞ്ചുമേനോനെ കോപിഷ്ഠനാക്കി. 1ാമത് പഞ്ചുമേനോൻ വളരെ കോപിഷ്ഠനായ ഒരു വ്യക്തിയാണ് ജന്മനാൽ. പിന്നെ ഈ ഒരു കലഹവും കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് ആ പൂവള്ളി തറവാട്ടിലെ കാരണവർ. ധാരാളം വസ്തുവകകളുള്ള ധനസ്ഥിതിയുള്ള തറവാടായിരുന്നു പൂവള്ളി. പിന്നെ ഈ തറവാടുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങളും വസ്തുവകകളും ഒക്കെ നോക്കി നടത്താനുണ്ട്. പിന്നെ ബ്രാഹ്മണന്മാർക്ക് ആഹാരം കൊടുക്കുന്ന സത്രങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പോൾ ആ തറവാട്ടിൽ നിന്നാണ് പണം ചെലവാക്കുന്നത്. പഞ്ചുമേനോനാണെങ്കിൽ പണം ചെലവാക്കുന്നത് വളരെ ലുബ്ധനാണ്. പക്ഷെ ഇക്കാര്യങ്ങളൊക്കെ നോക്കി നടത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പഞ്ചുമേനോന്റെ മകളാണ് ഇന്ദുലേഖയുടെ അമ്മയായ ലക്ഷ്മിക്കുട്ടി. അപ്പൊ ഇന്ദുലേഖയുടെ അമ്മയായ ലക്ഷ്മിക്കുട്ടി പഞ്ചുമേനോന്റെ മകളാണ്. ആ ലക്ഷ്മിക്കുട്ടിയുടെ അമ്മ, അതായത് കുഞ്ഞിക്കുട്ടി അമ്മ എന്ന് പറയുന്നത് ഈ പഞ്ചുമേനോന്റെ ഭാര്യയാണ്. അപ്പോൾ ആ 2 സ്ത്രീകൾക്ക്, അതായത് മകൾക്കും ഭാര്യയ്ക്കും അദ്ദേഹം ചെലവിന് പൈസ കൊടുത്ത് 35,000 റുപ്പികയുടെ സ്വത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ദുലേഖയും അവളുടെ അമ്മ കുഞ്ഞിക്കുട്ടി അമ്മയും അതിരാശിയിൽ ഇല്ലാത്ത കാലത്ത് മകൻ ഗോവിന്ദൻകുട്ടി മേനോനും പഞ്ചുമേനോനോടുകൂടി പൂവരങ്ങ് എന്ന പേരുള്ള വലിയ മാളികയിലാണ് താമസം. അപ്പൊ പൂവള്ളിയും പൂവരങ്ങും ഏതാണ്ട് അടുത്തടുത്താണ് ആ 2 മാളികകളും. അതിന്റെ 2 വീടിനും മതില് ഒന്ന് തന്നെയാണ്. അപ്പൊ പഞ്ചുമേനോൻ ഈ കഥ തുടങ്ങുന്ന സമയത്ത് 70 വയസ്സാണ് പ്രായം. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മാവൻ ദിവാനായിരുന്ന സമയത്ത് ഇയാൾ തഹസിൽദാർ ഉദ്യോഗം നോക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏതാണ്ട് 30 വർഷമായിട്ട് ജോലിയൊന്നുമില്ല. വീടും തറവാടും നോക്കി നടത്തുക തന്നെയാണ് പ്രധാന പണി. ഇനി അദ്ദേഹത്തിന്റെ രൂപം, അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. നല്ല വെളുത്ത മുണ്ടനാണ്, കുറച്ച് തടിച്ചിട്ടാണ് ശരീരം. തലയിൽ കഷണ്ടിയാണ്. വായിൽ പല്ലുകളുടെ എണ്ണം കുറവാണ്. അതായത് മുകളിലത്തെ വരിയിൽ 3 പല്ലില്ല, താഴത്തെ വരിയിൽ 5 പല്ല് ഇല്ല. കണ്ണാണെങ്കിൽ ചോരക്കട്ട പോലെ തിളങ്ങും. മുണ്ടിന് മീതെ കട്ടിയായിട്ട് ഒരു പൊന്നിന്നൂലുണ്ട്. പിന്നെ കഴുത്തിൽ സ്വർണം കെട്ടിയ രുദ്രാക്ഷം, തലയിൽ ഒരു കമ്പിളി തൊപ്പിയും പിന്നെ വെള്ളി കെട്ടിയ വടിയും. ഇതാണ് പഞ്ചുമേനോന്റെ വേഷം. മുമ്പ് ഉദ്യോഗം ചെയ്തിരുന്നു എന്ന് പറയുന്നെങ്കിൽ ഇംഗ്ലീഷ് പരിജ്ഞാനം ലേശം പോലും ഇല്ല. പിന്നെ ഉള്ളില് ശുദ്ധനാണ്, ദയുള്ള ആളാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ കോപിക്കുന്നതുകൊണ്ട്, പ്രായമായതുകൊണ്ട് രോഗമുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും എപ്പോഴും കോപിക്കും. പക്ഷെ അദ്ദേഹം കോപിക്കാത്ത ഒരേ ഒരു വ്യക്തി കൊച്ചുമകളായ ഇന്ദുലേഖയോടാണ്. അവളോട് മാത്രമാണ് അദ്ദേഹം കോപിക്കാത്തത്. ദേഷ്യമുള്ള സമയത്ത് അദ്ദേഹം ഇന്ദുലേഖയുടെ അടുക്കിലേക്ക് പോവാറില്ല. എന്നാൽ പോലും ഒരു ദിവസം 3-4 പ്രാവശ്യം ഇന്ദുലേഖയുടെ കാര്യങ്ങൾ അദ്ദേഹം ആൾക്കാരെ വിട്ട് അന്വേഷിക്കും.
അപ്പൊ മാധവനുമായിട്ട് ചണ്ടയുണ്ടായത് തറവാട്ട് വീട്ടിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ദുലേഖയുടെ അടുക്കിലേക്ക് വരുന്നു. അപ്പൊ ഇന്ദുലേഖയുടെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവരോട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതായത് ആ കുരുത്തം കെട്ട ചണ്ടാളം മഹാഭാവി എന്നോട് വഴക്കുണ്ടാക്കി എന്നാണ് പറഞ്ഞത് മാധവനെ കുറിച്ച്. മാധവൻ പറഞ്ഞ വാക്കുകളെല്ലാം ലക്ഷ്മിക്കുട്ടി അമ്മയെ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴേക്കും കേശവൻ നമ്പൂതിരി ഇത് കേട്ട് പുറത്തേക്ക് വന്നു. പഞ്ചുമേനോൻ കേശവൻ നമ്പൂതിരിയോട് പറയുകയാണ്, ഇവൻ എന്നോട് വഴക്കുണ്ടാക്കിയ മാധവൻ, അതുകൊണ്ട് ഇന്ദുലേഖയെ ഒരിക്കലും അവന് കൊടുക്കരുത്. അത് ഞാൻ ശപഥം ചെയ്തു. ലക്ഷ്മിക്കുട്ടി എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു, ഞാൻ എന്താണ് പറയാൻ, എനിക്ക് ഇതിനകത്ത് പറയാൻ യാതൊന്നുമില്ല. അപ്പോൾ അവൾക്ക് മാധവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവളൊന്നും പറയാത്തതെന്ന് പഞ്ചുമേനോൻ വീണ്ടും തെറ്റിദ്ധരിച്ചു. അപ്പൊ പഞ്ചുമേനോൻ പറഞ്ഞു, വീണ്ടും അവളെ ഇങ്ങനെ പറയുമ്പോ ലക്ഷ്മിക്കുട്ടി അമ്മ പറഞ്ഞു, അതില് എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഇതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നില്ല. അപ്പോഴാണ് പഞ്ചുമേനോൻ കോപിഷ്ഠനായിട്ട് ശപഥം ചെയ്യുന്നത്, എന്റെ ശ്രീ പോർക്കലി ഭഗവതിയാണ്, ഞാൻ ഇന്ദുലേഖയെ മാധവന് കൊടുക്കില്ല. അപ്പൊ ഈ ശപഥം ചെയ്ത ഉടൻ തന്നെ ഇയാൾക്ക് വിഷമവും വന്നു. എന്താണെന്നറിയാമോ? ഒന്നാമത് മാധവനും ഇന്ദുലേഖയും തമ്മിൽ നല്ല ഗാഠമായ ബന്ധം ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ അവര് തമ്മിൽ അനുരാഗമുള്ള സ്ഥിതിക്ക് അവർ വിവാഹം കഴിക്കും. അപ്പൊ താൻ ചെയ്ത ശപഥം വെറുതെ ആയി പോകും എന്നൊരു ചിന്ത ഇദ്ദേഹത്തിന് വന്നു. അപ്പൊ ഈ ശപഥം നടന്നില്ലെങ്കിൽ തനിക്കിത് ഒരു കുറവാകുമല്ലോ എന്ന് അദ്ദേഹം ഓർത്തു. കുറച്ചു നേരം അദ്ദേഹം പൂമുഖത്ത് തന്നെ ഇരുന്നു. പിന്നെ കേശവൻ നമ്പൂതിരിയെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പഞ്ചുമേനോൻ കേശവൻ നമ്പൂതിരിയുടെ അടുത്ത് നിന്നിരുന്ന് പറയുകയാണ്, തിരുമനസിന് മൂർക്കില്ലത്തെ നമ്പൂതിരിപ്പാട്ടിലെ കഥ ഇന്നാള് തിരുമനസ് പറഞ്ഞു. അദ്ദേഹത്തിന് ഇന്ദുലേഖയെ കുറിച്ച് കേട്ടറിവുണ്ടെന്ന് സംബന്ധമായ കൊള്ളെന്നൊക്കെ പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ്, കാണാൻ കൊള്ളാമോ? സൂര്യ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ചോദിക്കുകയാണ്. കേശവ നമ്പൂതിരി അതിസുന്ദരനാണ്, 10 മാറ്റ് തങ്കത്തിന്റെ നിറം, ഇന്ദുലേഖയെക്കാളും ഒരല്പം നിറം കൂടുകയുള്ളൂ. പഞ്ചുമേനോൻ അപ്പോ അയാളെ കണ്ടാൽ ചിലപ്പോൾ ഇന്ദുലേഖ ഇഷ്ടമാവുമല്ലേ എന്ന് പഞ്ചുമേനോൻ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് കേശവൻ നമ്പൂതിരി പറഞ്ഞിട്ട്, ഞാൻ ഈ പൂണൂല് പിടിച്ച് സത്യം ചെയ്യാം, എന്തായാലും ഇന്ദുലേഖ സൂര്യ നമ്പൂതിരിപ്പാടിനെ കണ്ടാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. അപ്പൊ പഞ്ചുമേനോൻ ചോദിക്കുകയാണ്, നമുക്കൊന്ന് അദ്ദേഹത്തെ വരുത്തിയാലോ? കേശവൻ നമ്പൂതിരി വരുത്താന്ന് പറഞ്ഞു. അപ്പൊ പഞ്ചുമേനോൻ പറയുന്നു, അദ്ദേഹം വന്നാൽ ചിലപ്പോൾ കണ്ടും പരിചയപ്പെട്ടു ഒക്കെ ഇന്ദുലേഖയ്ക്ക് മാധവനോടുള്ള ഭ്രമം താല്പര്യം കുറഞ്ഞാലോ? കേശവൻ നമ്പൂതിരി വീണ്ടും പൂണൂല് പിടിച്ചിട്ട് പറഞ്ഞു, ഈ ബ്രാഹ്മണനാണ് സത്യം, കാരണം പിന്നീട് ഇന്ദുലേഖയ്ക്ക് മാധവനായിട്ട് ഒരു സ്നേഹവും ഉണ്ടാവില്ല. പഞ്ചുമേനോൻ സന്തോഷിച്ച് ചിരിച്ചു. എന്നാൽ ഒരു എഴുത്തയക്കുക, പിന്നെ വിഡ്ഢിത്തം ഒന്നും എഴുതി അയക്കരുത്. അതായത് ഇന്ദുലേഖയെ വിവാഹം കഴിക്കാൻ വരണമെന്നൊന്നും എഴുതരുത്. ഇന്ദുലേഖയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, അവൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ വരെ ഒന്ന് വരണമെന്ന് മാത്രം എഴുതിയാൽ മതി. കേശവൻ നമ്പൂതിരി, ഇത് തോന്നിയത് ഭഗവാന്റെ കൃപയാണ്, എന്തായാലും ഇന്ദുലേഖയുടെ ഭാഗ്യം, തറവാടിന്റെ സുഹൃതം ഞാൻ ഇപ്പൊ തന്നെ എഴുതി കളയാന്ന് പറയുന്നു. അപ്പൊ എഴുത്തിൽ വാചകം സൂക്ഷിക്കണേ എന്ന് പഞ്ചുമേനോൻ വീണ്ടും പറയുന്നുണ്ട്. ഇന്ദുലേഖ ഇംഗ്ലീഷൊക്കെ പഠിച്ചവളാണ്, പിന്നെ ശാഠ്യക്കാരിയാണ്, അവളോട് ആര് പറഞ്ഞാലും അവള് കേൾക്കില്ല. അപ്പൊ നമ്പൂതിരിപ്പാട്ടിന്റെ സാമർത്ഥ്യം കൊണ്ട്, സൂര്യ നമ്പൂതിരിപ്പാട് സാമർത്ഥ്യം കൊണ്ട് സൗന്ദര്യം കൊണ്ടും അവളെ പാട്ടിൽ എത്തിക്കണം, അയാളുടെ പരിധിയിൽ എത്തിക്കണം. കേശവ നമ്പൂതിരി ഇവിടെ വന്നിട്ട് 2 നാഴിക നേരെ ഇന്ദുലേഖയായിട്ട് സംസാരിച്ചാൽ മതി. ഇന്ദുലേഖ നമ്പൂതിരിയുടെ ഭാര്യ ആയില്ലെങ്കിൽ അന്ന് സൂര്യോദയം തെക്ക് നിന്ന് വടക്കോട്ടാണ്, അങ്ങനെ ആകും ഇവര് തമ്മിൽ വിവാഹം നടന്നില്ലെങ്കിൽ. പഞ്ചുമേനോൻ, അത്ര ഉറപ്പുണ്ടോ? ഇത്ര യോഗ്യനാണോ നമ്പൂതിരിപ്പാട്? കേശവൻ നമ്പൂതിരി, അതൊന്നും എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്, ഞാൻ വേഗം ഇപ്പൊ തന്നെ കത്തെഴുതാന്ന് പറഞ്ഞ് കത്തെഴുതുന്നു. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കോപിഷ്ഠന്റെ ശപഥം. ഇവിടെ കോപിഷ്ഠനായിട്ട് ശപഥം ചെയ്യുന്ന ആരാണ്? സൂര്യ നമ്പൂതിരിപ്പാടാണ്. ശപഥം എന്തായിരുന്നു? ഞാൻ ശ്രീ പോർക്കലി ഭഗവതിയാണ്, മാധവന് ഇന്ദുലേഖയെ കൊടുക്കില്ല എന്നുള്ളതായിരുന്നു ശപഥം. അപ്പൊ ഇതിന്റെ ആശയം ഒന്ന് കേൾക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതാനുള്ള കണ്ടന്റ് കിട്ടും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.